നമ്മളിപ്പോൾ അമ്പൂരിയിൽ കുളിക്കാൻ പോകുന്നു. നമുക്ക് ഇവിടെ ഒരു സ്ഥലമില്ല, അതുകൊണ്ട് കിലോമീറ്ററുകൾ താണ്ടി നമ്മൾ പോകുന്ന അമ്പൂരിയിൽ. ഓ, കാറടിച്ചിടിച്ച് ഗായ്സ്, നമ്മളങ്ങനെ അമ്പൂരി ജംഗ്ഷനിലെത്തി. പക്ഷേ ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. എന്തായാലും മഴ നനയും. നമ്മൾ നനയുവോ നനയത്തില്ലേ എന്ന് ഒരു സംശയാസ്പദമായ നിലയിലാണ് ഇപ്പോൾ. ചെറുതായിട്ടുള്ള മഴയുടെ ചാറ്റൽ മഴ. നേരെ പോടാ, ഇത് അവിടെ നിന്ന് താഴോട്ട് മട്ടി. അവന് വഴിയൊന്നും അറിഞ്ഞൂടെ ഗൈസ്, എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കണം. വടംവലി, ഓ വടംവലിക്കുള്ള എന്ത് സംഭവമാണത്? എന്താടത്? ഈ പഴക്കമുണ്ട്, ആരെ തിന്നിട്ടെടുത്തെറിഞ്ഞ ഞാൻ കണ്ടില്ല, ഞാൻ ക്യാമറ നോക്കിക്കൊണ്ടിരിക്കും. പഴത്തിന്റെ തോലൊക്കെ ഇവിടുത്തെ നാട്ടുകാർ ശരിയല്ല. ഉണ്ണിയുടെ തലയിൽ പഴത്തൊല്ലി എടുത്തെറിഞ്ഞു ഗായ്സ്. നിങ്ങൾ നോക്കൂ ഗായ്സ്, നോക്കൂ, അമ്പൂണി. ഇതിലെ കൂടെ അങ്ങ് പോവായിരുന്നു. അമ്പൂണി കട്ടർ ഗായ്സ്, കട്ടർ റോഡിൽ കട്ടറുള്ള റോഡിൽ കാണിക്കടാ. രതീഷ് എവിടെയാ? എനിക്കറിഞ്ഞൂടാ രതീഷ് എവിടെ. അമാരടുത്തൊക്കെ പോകാൻ പറ. കുളിയെല്ലാം കഴിഞ്ഞ് നമ്മളതാ തിരിച്ച് പാലത്തിലൂടെ യവന്മാര് വണ്ടി വെച്ച് യവന്മാര് വണ്ടിയൊക്കെ വെച്ച് ഭയങ്കര കളിയാണ് ഗൈസ്. യവന്മാർക്ക് ഭ്രാന്താണ്. പോടാ. ഇവനാണ് കടയാടി തമ്പി. വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാണിത്. കാടും മലയും കുന്നും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണ്. ആ, വെള്ളമുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിവിടെ ഇറങ്ങിയാലേ, ഇവിടെ ആര് ശല്യം ഉണ്ടാവൂലായിരുന്നു. ഓ, കടയാടി തമ്പി ഗുഹയ്ക്കകത്ത് പോവുകയാണ്. ഗുഹ കയറി ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇവിടെ വെള്ളച്ചാട്ടം. ഒന്നുകിൽ ഞാൻ, ഇല്ലെങ്കിൽ ക്യാമറ, ഏതെങ്കിലുമൊക്കെ ഒന്ന് വെള്ളത്തിൽ കിടന്ന് കുളിക്കും. വെള്ളത്തിലെ കുളികൾ കുഴിക്കകത്ത് കിടന്നൊന്ന് മരിക്കും നമ്മൾ. ക്ലിപ്പെടുക്കാം ഗൈസ്. ഇവിടെ ഒരു 20 രൂപ ഇങ്ങനെ വാങ്ങാതിരിക്കുകയാണ്. നന്നായിട്ട് ഉണങ്ങി വരും. 20 രൂപ ക്ഷീണാണ്. എന്നാ ഇവിടെ ഞാനും പോകണം കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാം. മര്യാദ കയറിയോ? ഞാൻ വേണില്ല, ഞാൻ വരൂല. ഞാൻ ക്യാമറ വെച്ചൊന്ന് ഇവിടേക്ക്. നീ കയറിപ്പോ. ക്യാമറ വേണമെങ്കിൽ ഇവിടെ വാ. ഞാൻ ഇനി ക്യാമറ കൊണ്ട് സൂപ്പർമാൻ അല്ല. ഞാൻ ഒറ്റ കയ്യിൽ വരാൻ മതി. ആരും പോകാത്ത വഴിയിലൂടെ നമ്മളിതാ വലിഞ്ഞു കയറി പോവാണ് ഗൈസ്. എവിടെയെങ്കിലുമൊക്കെ ഇന്ന് വീണ് ചാകും ഗൈസ്. വാവ്, നൈസ്. ഫൈനലി രതീഷ് നമുക്കൊരു സ്ഥലം കണ്ടുപിടിച്ച് തന്നു ഗൈസ്.
കിട്ടി കിട്ടി. സ്ഥലം കിട്ടി ഗൈസ്. ഇവിടെ വേറെ പറയൂല്ല. ഫിലിപ്പിന്റെ പറ സ്പൈഡർമാൻ അമ്മ മൈൻഡായി. വാ വാ. കിളിമരത്തിലെ കിളിമലരെ വാ. എവിടെയെങ്കിലൊക്കെ പോവാടേ. ഫോണെടുത്ത് കൈ പിടിക്കട്ടോ ആദ്യം. ഇവിടെയൊക്കെ കുഴിയടേ. വാടാ വാടാ വാടാ. അങ്ങനെ തന്നെ വാ വാ വാ. എടേ അതിലേ അതിലേ വാ. ഇങ്ങ് വാ. ഇതിലേ കയറി വാ. ഇങ്ങ് വാ. ഗായ്സ് നമ്മുടെ പയ്യന്മാര് കാട്ടിലൂടെയുള്ള ഒരു യാത്ര. മോളെ എന്നാ ഈ നാറി ചോദിച്ചതാണ് ഇവിടെ എന്ത് ഉണ്ടെന്ന്. എന്ന സാധനം ഇത്. ഇനി വീണ്ടും നമ്മൾ അതിന്റെ മുകളിലോട്ട് കയറാൻ പോവുകയാണ്. നീ മുണ്ട് പൊത്തി പിടിച്ചോണ്ട് ഓടേ. നിന്റെ മുണ്ടിന്റെ അടിയിൽ കൂടെ കൊടുക്കാൻ വല്ലതും കണ്ട് നാട്ടുകാർ മേടിച്ചു കൊടുക്കും. ഇത് വെള്ളം ഇപ്പോൾ ഏത് വഴിയൊക്കെ പോകുന്നു എന്നുള്ളത് നമുക്ക് വളരെ ഡൗട്ടാണ്. നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഡൗട്ടാണ്. ഇവിടെ ചെറിയ ചെറിയ ചാട്ടം. പോ. അവിടെ ചെറിയ ചാട്ടം. അടുത്ത വലിയ ചാട്ടത്തിലേക്ക് നമുക്ക് പോകാം. ചെറിയ ചാട്ടം, വലിയ ചാട്ടത്തിലേക്ക് നമ്മൾ എത്തി. ഓ പിന്നെന്താ വഴിയുണ്ടോ? വഴിയേ ഉള്ളൂ. ഇല്ലാത്ത വഴി നമ്മളിങ്ങനെ സ്പൈഡർമാനെ പോയി വലിഞ്ഞ് പിടിച്ച് കയറണം.
പിടിച്ചോണ്ട് നടന്നോ. ബാഹുബലിയിലെ വെള്ളച്ചാട്ടം ഇവിടെ വെച്ചാണോ എടുത്തത്? കടവുളി നല്ല കണ്ണീര് പോലുള്ള വെള്ളം. എൻ്റെ അമ്മേ, ഇതൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും കാണിച്ചു തരുമോ ഇങ്ങനത്തെ? നിങ്ങൾ ഇതൊന്നും അറിയണ്ട, ഞാൻ വെള്ളത്തിൽ വീണ് എൻ്റെ ഫോണിൽ വെള്ളം ആയി. അളയത് പിടി, ഇപ്പൊ വാങ്ങാം, പിടിയോ. ഇവിടെ എവിടെ കുഴിയായിരുന്നടാ. ഈ കുഴിയിൽ ഞാൻ ചത്തില്ല. അയ്യോ മാധവ, മാധവ, ഇവിടെ കുഴിയായിരുന്നടാ. എനിക്ക് വേണോ, എനിച്ചും വേണോ അത്. ഇത് അടുത്ത വെള്ളച്ചാട്ടം, ഇതാ നമ്മൾ പോകുന്നു അടുത്ത വെള്ളം. അതെ, ഇത് പിടി. ക്യാമറ ഓഫായാടേ. പിന്നെ ഡിസ്പ്ലേ ഒന്നും കാണിക്കില്ലടാ. ഡേയ്, ഡിസ്പ്ലേയിലൊന്നുമില്ല. നീ ചാട്, പോ, ആടിക്കോ. പിന്നെ എടുത്തേരടാ. ഓ നൈസ്. ഇനി അടുത്ത് ഈ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് വീണ്ടും വഴി വെട്ടി അടുത്ത് എവിടെയൊക്കെ എന്തൊക്കെയോ നോക്കാൻ വേണ്ടി പോവുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഉറവ കണ്ടുപിടിച്ചാണ്. ചെറിയൊരു ഉറവയെന്ന് പറയാല്ലേ. ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മുകളിൽ നമ്മളെത്തി. അയ്യോ, ഇതോ അവിടെ ഉണ്ടോ? ചേടാ, എനിക്ക് കുഴിക്കാതെ നടക്കാൻ വയ്യ. ഞാൻ എന്നാലും വെള്ളത്തിൽ വീഴും. ഇത് അടുത്തതിനിടയിലൂടെ പച്ചല പാമ്പുണ്ടാടാ. പാമ്പ് കടിച്ചില്ലെങ്കിൽ വീഡിയോ വരും, കടിച്ചാൽ വരൂല. വെള്ളച്ചാട്ടം കഴിഞ്ഞില്ല ഗായ്സ്, ഇനിയും ഉണ്ട്, ഒരുപാടുണ്ട് ബാക്കി. ഓ നൈസ് മാൻ. എന്താണെന്നറിയില്ല. എന്നാ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മളുടെ പായാനം. കാലും പിടിക്കണില്ലല്ലോ അധികം. എവിടെയാ എന്താ ഡിസ്പ്ലേ ഒന്നും കാണാൻ പറ്റില്ല. അറിയാത്ത റെക്കോർഡാകുമ്പോൾ സ്ക്രീൻ ഓഫ് ആവുക. കഴിയണോ? ഓ മാൻ. ഗായ്സ്, നമ്മൾ റോഡെത്തി ഗായ്സ്. നമ്മൾ വണ്ടി വെച്ച സ്ഥലം ഇപ്പോൾ കാണിച്ചു തരാം പറ്റുവാണെങ്കിൽ. യെസ് ഗായ്സ്, ഇത് ഏത് റോഡാ? നമ്മൾ വണ്ടി വെച്ച സ്ഥലം തന്നെ അല്ലല്ലേ? സോറി ഗായ്സ്, വണ്ടി വെച്ച സ്ഥലമല്ല ഇത്. അതിൻ്റെ അപ്പുറത്തുള്ള റോഡാണ്. ആ, ഇവിടെ എങ്ങനെ ഇറങ്ങിയിട്ട് എന്തിനാ? നോക്കാം. അടുത്ത് വീണ്ടും ഇതിൻ്റെ മുകളിലേക്കുള്ള യാത്ര.
സൂര്യ ഗുണം വീടേ എവിടെയാ ഗൈസ് ഒരു കപ്പടിച്ചിരിക്കുന്നു ഗൈസ്. ഗൈസ് വീട് ഗൈസ് ഗൈസ് പാറ ചതിച്ചു ഗൈസ്. എന്റെ പാട്ടാ യാത്ര അവസാനം നമ്മൾ ബാഹുബലി സാമ്രാജ്യത്ത് എത്തിക്കഴിഞ്ഞു. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും മുകളിലെത്തി ഗൈസ്. കുറച്ച് ചെളിയായി എന്ന് വെച്ചല്ല അവൻ മൂടായി, അവൻ ഇനി അങ്ങോട്ട് പോവാ. വയനാട് നമ്മൾ വന്ന് ഏതൊക്കെയോ പാലം റോഡിന്റെ അടിയൊക്കെ എത്തി ഗൈസ്. ഈ താഴെ മേലെ താക്കോലയും കൊടുത്തിട്ട് വന്നേ. അങ്ങനെ ആരും നിങ്ങൾക്ക് കാണിച്ചു തരാത്ത വഴികളിലൂടെ നമ്മുടെ യാത്രയാണെന്ന് കണ്ടത്. അതിനിടയിൽ എത്ര വീഴ്ചകൾ വീണുവെന്ന് എനിക്ക് മാത്രം അറിയാം. അയ്യോ, നല്ല നല്ല വെള്ളം കണ്ടോ, വെള്ളം കണ്ടോ, വെള്ളം കണ്ടോ ഗായ്സ്, വെള്ളം. ഇനി ഇതിൻ്റെ മുകളിലോട്ടുണ്ട് ഗൈസ്. അയ്യോ അതിൻ്റെ മുകളിലോട്ടുണ്ടോ? വേണ്ട, നമ്മൾ എത്ര വന്നത് നമ്മളങ്ങനെ ഇതുവരെ വന്നിട്ടുണ്ട്. ഇതൊരു പാലത്തിൻ്റെ അടിയാണ്. ഇതുവരെ നമ്മൾ വന്നിട്ടുണ്ട്. ഇനി ഇത് കയറിയതല്ല ഇറങ്ങി ഇനി താഴോട്ട് പോകണം. എങ്ങനെ പോകുമെന്ന് തമ്പരാനറിയാം. ആ വഴി കൂടി ഇനിയിപ്പോൾ എങ്ങനെ ഇറങ്ങി പോകുന്നു? എവിടെയോ എത്തി കഴിച്ചു, അതോ റോഡിലെത്തി. മല കയറി ഏത് റോഡൊന്നൊരു പിടുത്തമില്ല. സ്ഥലം ഈ പാലം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. നമുക്കറിയത്തില്ല, നമുക്ക് കാണിച്ചു തരാനേ അറിയാവൂ, സ്ഥലം പറഞ്ഞുതരാൻ അറിയത്തില്ല. ഇനി ഇവിടെ കൂടെ വീഴാതെ എങ്ങനെ വീടെത്താം, അതാണ് അടുത്ത പരിപാടി. പിന്നല്ലാണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള അഡ്വഞ്ചേഴ്സൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ വലിയ ഉപകാരം. ബെല്ലൈക്കണൊക്കെ അമർത്തിയാൽ നിങ്ങൾക്ക് വല്ല ആണ്ടിലെപ്പോഴേലും ഞാൻ വീഡിയോ ഇടുമ്പോൾ കാണാം. മറ്റേ ഞാവൽപ്പഴം അല്ല, മറ്റേ കാ എന്ന് പറഞ്ഞേ. മറ്റേ കാ ഏത് കാ എന്ന് ഇത് എന്ത് തരം കായാണെന്ന് അറിയാവുന്നുള്ളവർ കമന്റ് ചെയ്യുക. ഇവിടെ വീണാലും വണ്ടി വരും. ഇനി ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വീണ് കയ്യോ കാലം ഒടിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ തൂക്കിയെടുത്തുകൊണ്ട് പോകണം. ഈ ചെരുപ്പ് വളരെ വളരെ മോശം. എന്നാൽ ഇതിട്ടും കൂടെ നമ്മൾ ഇവിടെ വരെ എത്തി. ഈ തെന്നലിലൂടെ ഇത് സ്റ്റുഡിയോയ്ക്കുള്ളൊരു പരസ്യം ആയിക്കോട്ടെ, അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ. അതില്ല സ്റ്റുഡിയോ ചെരുപ്പ്, അതും സ്റ്റുഡിയോ ഇതും സ്റ്റുഡിയോ. നമ്മൾ സ്റ്റുഡിയോ ഫാമാണ്. ഈ തണ്ടിക്കുണ്ട്, പക്ഷെ ആ തണ്ടി ഇട്ടില്ല. അതുകൊണ്ട് നമ്മളിട്ടു. ഇനി വഴി വിടറാ, ഇതിലല്ലോ അറിയാ. ഇതൊക്കെ കാണുമ്പോൾ ഒരു നിഗൂഢത നിറഞ്ഞ സ്ഥലമായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ശരിക്കും ഇത് വൈബാണ്. വൈബ് നോക്കി വരുന്നവർ നല്ല ചെരുപ്പും സ്വന്തം ശരീരമൊക്കെ സൂക്ഷിച്ച് വേണം വരാൻ. ഇതുവഴി അല്ലടാ കയറിയത്. ഇവിടെ പട്ടി അപ്പുറത്തൂടെ നല്ല വഴി കിടക്കണടാ. നീ എന്തുണ്ട് അതിലിറങ്ങണം, ഇതിലേ വേടാ. എന്നെ വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുന്നു ഗൈസ്. ഇന്നെനിക്ക് കിട്ടും.
പറയാനാ. ആ തിരിഞ്ഞു പോയവന് തോന്നുന്നു. എനിക്കാണ് ഇതിലെ കൂടെ വീഴൽ കൂടുതലുള്ളത്. ചർക്കും ചർക്കും തെന്നും തെന്നും. ആ എന്താ ചെരുപ്പ് എന്താ നീയൊക്കെ സേഫാ ഇല്ലടേ, നീയൊക്കെ ചാടിയില്ല. ഞാൻ ചാടി കാലൊടിഞ്ഞില്ല. എന്റെ കുറുക്കിനും തോന്നുന്നു ചളിയാ വെള്ളോ വഴി. അതിനൊന്നും എടുത്ത് കളഞ്ഞാടേ അത്. ഓ മഴ പെയ്താ ഇതൊന്നും കണ്ടിട്ട് നിനക്ക് തോന്നണില്ലടാ വെള്ളം വരുമെന്ന്. നമ്മൾ കാടും മലയൊക്കെ കടന്ന് ഇങ്ങനെ കയറി വരിക. കാടുണ്ട് കാടുണ്ട് മക്കളെ സൂക്ഷിക്കുക. അത് അതൊക്കെ പാഴ് ജംഗിൾ സന്തനം. കഴിഞ്ഞ നമ്മൾ പുൽക്കൂട് വയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റേ പുല്ല് വെട്ടാൻ പോയാൽ അപ്പോൾ ഓർമ്മ ഉണ്ട്, നമ്മൾ മറ്റേ പാറയിൽ കുനിച്ചുമലയിൽ പോയില്ലേടാ. ചപ്പളി ഒരു മരം കാണിച്ചിട്ട് പറഞ്ഞു ചന്ദനം പൊട്ട. ഞാൻ അറിഞ്ഞൂടാ, ഞാൻ കുറേ ഫോട്ടോ എടുത്തുകൊണ്ട് അതിൻ്റെ വഴി നമ്മൾ വഴി കണ്ടുപിടിക്കുകയാണ്. ഇത് തന്നെ വഴി. അതിലല്ല നമ്മൾ ഇതിലെ തൂങ്ങിയാണ്. എവിടെ ഇറങ്ങട്ടെ. മകവല്ലി എടുക്കണോടാ. സേഫാണ് സേഫാണ്, എല്ലാവരും സേഫാണ്. ഇനി എങ്ങനെയെങ്കിലും ഒന്ന് താഴെ എത്തണം. നമ്മളങ്ങനെ പതിയെ ഓരോരോ കുഴികളിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ്. ഉണ്ണിയെല്ലാം പൊട്ടിട്ട് നൈസ്. ഇനി ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങണമല്ലോ. പിടിച്ചിറങ്ങ് പിടി. മുള്ളിൽ പിടിക്കാൻ പോകും ഫോട്ടായി. എടാ അതിലേ ഇറങ്ങാടാ, അതായിരിക്കും കുറച്ചുകൂടെ സേഫ്. ഉമ്മ എന്നെ നോക്കിക്കോളണം. ഇടയ്ക്ക് ഞാൻ യാതൊരു കുഴി വീട് കിടക്കുന്നുണ്ട്. ഇവിടെ ചവിട്ട്, ഇങ്ങോട്ട് ചവിട്ടാൻ പറഞ്ഞാൽ അവരെ അത് അങ്ങോട്ട് അവിടെ പോട്ടെ. ഇതുപോലെ കുറച്ച് കാല് നീങ്ങിയില്ല, അങ്ങോട്ട് പോട്ടെ. ഇവിടെ ഒരു കുഴി ഉണ്ടായിരുന്നല്ലേ. ചുമ്മാ എവിടെ ആമസോൺ കാടില് മറ്റേ അനോക്കൊണ്ടര മുട്ടയാണ്. അനോക്കൊണ്ടര മുട്ട. നിങ്ങൾ അനോക്കൊണ്ടര മുട്ട കണ്ടിട്ടുണ്ടോ? ഇത് നിങ്ങൾ ആഫ്രിക്കക്കാരുടെ മുട്ട കണ്ടിട്ടുണ്ടോ? ആഫ്രിക്കക്കാരുടെ കറുത്ത മുട്ട കണ്ടിട്ടുണ്ടോ? അതുപോലെയാണിത്. നിങ്ങൾ അനോക്കൊണ്ടയുടെ മുട്ട കണ്ടിട്ടുണ്ടോ? ഇനി ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങി പോണമല്ലോ. ദൈവമേ, അതിലെയാണെന്ന് ഇത് തന്നെടാ. ഈ പാറയുടെ പുറത്തൂടെ തന്നെ നമ്മളൊന്ന് ഇങ്ങനെ എന്നിട്ട് അവിടെ കൂടെ അങ്ങ് ഇറങ്ങിക്കോ. അതെ, കയറ് കൊണ്ടുവന്നിട്ട് കയറ് കെട്ടി ഇറങ്ങിയിട്ട് മുകളിൽ കയറി അടിക്കാൻ എൻ്റെ മാമൻ വരും.
ഇങ്ങനെ മറ്റേ കൊണിച്ചുള്ള അവിടെ എറിഞ്ഞിട്ട് അടുത്ത് അത് ഊരിയെടുക്കാൻ പോകൂടാ. എങ്ങനെ പിക്നിക്കാ? നമ്മളിലില്ലാത്ത സാധനങ്ങൾ നീ അങ്ങനെ പറയാതെ ഉണ്ടെന്ന്. നമ്മളിൽ അമ്മാതിരി സാധനങ്ങളൊക്കെ ടെക്നിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇനി ഇത്രയും വീഴ്ചയൊക്കെ വീണ് കയറി പോവോ? പോട്ടെ നമ്മൾ ഗുഹയ്ക്കകത്തൂടെയൊക്കെ ഇങ്ങനെ പോകണം. ഈ വെള്ളച്ചാട്ടം നിങ്ങൾ കണ്ടല്ലോ, അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ കാണിച്ച വാട്ടർഫോൾസാണ്. എന്തോ ഓ യെസ് ഓ കയറിക്കോ കയ്യിൽ. ഇത് അഗാധമായൊരു ഗർത്തത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നീ മലയാളം പഠിച്ചിട്ടുണ്ടോ? ഗർത്തം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോടാ നിനക്ക്? ആ പക്ഷെ അത് ഗുഹയല്ലായിരുന്നു. ഇത് പണ്ട് ഡൈനോസറുകൾ താമസിച്ചിരുന്ന സ്ഥലമാണിത്. ഡൈനോസറിന്റെ ഗുഹ ഉണ്ടാടാ അവിടെ. ഓ മൈ ഗോഡ്. വന്ന വഴിയെ വീണ്ടും റബ്ബറുള്ള വഴി വീണ്ടും ഇറങ്ങി പോകുന്നുണ്ട് നമ്മൾ. പാമ്പ് കടിയേറ്റ നമ്മളെന്നും പറയരുത്. പിള്ളേരെയും കുട്ടികളെയും കൊണ്ടുവരുന്നവർ സ്വന്തം റിസ്കിൽ വരേണ്ടതാണ്. റിസ്കുകൾ നമ്മൾ ഏൽക്കുന്നതല്ല. ഈ വീഡിയോ കാണുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എല്ലാവരും സ്വന്തം റിസ്കുകൾ ഏറ്റെടുക്കുക. എന്താണ്ട ഉണ്ണിയാണെങ്കിൽ കമ്പ കൊണ്ടുവന്നിട്ട് രതീഷിൻ്റെ താലയിൽ പാടിച്ച് പൊളിച്ച് തന്നെ ചാടറ. ഇതിലാണ് കയറിയത്. അതിൽ ഇപ്പം അവിടെ എവിടെ മൂത്രമൊഴിച്ച് നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നീ മഴത്തുള്ളി എന്ന് പറഞ്ഞ് പിടിക്കരുത്. ഇവിടെ നോക്കിയിറങ്ങണം. നല്ല വഴുക്കലുണ്ട്. തെന്നി വീണാൽ വെള്ളത്തിൽ വീണാടാ. നീ തുറ പൗച്ച് തുറ. ഓ രണ്ടും എടുത്തു തുടങ്ങി. എവിടെയാണ് വെള്ളം? ഇവിടെടാ ഇവിടെ 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 കയറി കാണൂല്ലേ? നീ എവിടെയെങ്കിലും മയില് കയറി ചാവണേ ചാവട്ടെ. ഇവിടെ വീണ ഞാൻ പിടിക്കാം. എന്തോ ഭാഗ്യോടെ രണ്ടോ എൻ്റെ കയ്യിൽ കിട്ടിയത്. വെള്ളം അകത്തോടൊന്നും പോയില്ല. ചാർജിങ് പോർട്ടോടെ എല്ലോ ഈ മയിരം ഫോണിന് വെള്ളത്തിട്ട് കൈ. എവിടാ ഫോണവിടെ? ഫോണിനെ വെള്ളത്തിട്ട് ഫോണുണ്ടോ? ഒരു കൂസലില്ലാതെ. ഇതിലെല്ലാം ഇറങ്ങി വന്നു. ഇനി അങ്ങ് താഴെ എവിടെയും പോട്ട്. നമ്മൾ കാട് കയറാൻ തുടങ്ങിയ സ്ഥലം അങ്ങനെ ഒരുവിധം എത്തി. ഫോണൊക്കെ വെള്ളത്തിൽ വീണ് നൈസായിട്ടുണ്ട്. പിന്നെ ഐക്യു ആയതുകൊണ്ട് എനിക്കൊരു പേടിയില്ല. വെള്ളിയാഴ്ച ദിവസം സർവീസ് സെൻറ്ററിൽ കൊണ്ടുകൊടുത്ത ഫ്രീ സർവീസ്. അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല. അതിനൊക്കെ വല്ല ഐഫോണോ സാംസങ് ആയിരുന്നെങ്കിൽ മേരെടുത്ത് ഈ വെള്ളത്തിലിറങ്ങിട്ട് പോയാൽ മതിയായിരുന്നു. ഇനി ഓരോരുത്തരായിട്ട് പതിയെ പതിയെ താഴെ ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ദൈവമേ കയറി ഇവിടെ നിന്ന് ഇറങ്ങാനാണ് പറയുന്നത്. വെള്ളത്തിൻ്റെ തന്നെയാണ് വേണ്ടി പറഞ്ഞാൽ എങ്ങനെ വെച്ചോ. ഇത് പിടിക്കോ? പിടിച്ചോ. നീ മുണ്ടൊക്കെ പിടിച്ചോണ്ടിറങ്ങടാ. നീ അങ്ങോട്ട് കുറച്ച് നീങ്ങി. അയ്യോ
ആളില്ലെന്ന് ആര് പറഞ്ഞു? ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇനി പറന്നു വരും. കുളിക്കുന്ന പള്ളി ചാട്ടി മല നക്കി പോയി ചാവല്ലേ. പൊക്കത്തി കയറട്ടെ ഉണ്ണി. ഇവ ഒരിടത്തും വരൂല, താഴെ നിൽക്കത്തുള്ളൂ എന്നാണ് ഉണ്ണി പറഞ്ഞത്. ഉണ്ണിന്ന് എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് ഉണ്ണിക്ക് മാത്രമേ അറിയാവൂ. അപ്പോൾ നമ്മൾ വീണ്ടും തുടങ്ങിയെടുത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ വല്ലവനെ താഴെ ഇറങ്ങി. ഇവിടെ ഇതുവരെ ആൾ പോയിട്ടില്ല, എല്ലാവരും ഉണ്ട് ആൾക്കാർ. അങ്ങനെ കയറില്ലെന്ന്. ഇൻഷുറൻസിൽ ക്ലെയിം ആവൂല. ആ ചാട് ചാടാ. അയ്യോ നമ്മൾ മൊത്തത്തോടെ കിടന്ന് കുളിച്ച് ചാവാൻ പോണം. ആ ഉണ്ണി വെള്ളത്തിൽ മുങ്ങി ചാവിരിക്കണം. സ്പൈഡർമാൻ കയറാൻ പോണം. സ്പൈഡർമാൻ കയറാൻ പോണം. അത് ഈ ചെരുപ്പ് പിടിച്ചിട്ടോ. ഒരു കല്ലേടി താക്കാം. പള്ളിക്കുണ്ടായ അത് ഇരച്ചടി അടിയായി. രതീഷ്, നമ്മൾ ഇന്ന് പോയതിനെ പറ്റിയുള്ള അഭിപ്രായം പറ രതീഷ്. ഉണ്ണി നീ പറ, എങ്ങനെയുണ്ടായിരുന്നു? അഡ്വഞ്ചറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവനവിടെ ഭ്രാന്തായി. ഇവിടെ എന്തൊക്കെ കാണിക്കണ വളരെ ജന്മമാണ്. നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പാലത്തിലൂടെ ഇതാ പോയാണ്. ഉണ്ണി ഇതാ വേറൊരു ബൈക്കിൽ നനഞ്ഞ കോഴിയെ പോലെ ഉണ്ണി വരുന്നത്. നമ്മളതാ പോകുന്നു. ഈ പാലത്തിൽ കൂടെയുള്ള യാത്ര അതൊരു വൈബാ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ അഡ്വഞ്ചർ ട്രിപ്പ് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനി അടുത്ത ഞായറാഴ്ച അടുത്ത് എവിടെ തെണ്ടാൻ പോവോ അടുത്ത് അത് കാണിക്കാം.